മതസൗഹാർദ്ദം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലട്ടോ ലോകത്ത്. ഒരിക്കലും നമ്മൾ ആ പദം ഉപയോഗിക്കരുത്. മതസൗഹാർദ്ദമല്ല, മാനവിക സൗഹാർദ്ദം. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കി? മതലയനത്തെയാണ് നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അതായത് ഒരു ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു മുസ്ലിം അവിടെ പോയി ചെണ്ട മുട്ടിയാൽ ഭയങ്കര സൗഹാർദ്ദം. അതല്ല സൗഹാർദ്ദം, അത് മതലയനമാണ്, മാനവിക സൗഹാർദ്ദം. അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം, ശബരിമലയിലേക്ക് പോകുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ മുസ്ലിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. മുസ്ലിങ്ങളതല്ല, ഇപ്പൊ വീട്ടുന്ന എന്താ, അവർ നോമ്പ് നോൽക്കാറുണ്ട്, മണ്ഡലം നോമ്പ്. ആ നോമ്പ് നോൽക്കുന്ന സമയത്തും നമ്മുടെ ഭക്ഷണം കൊടുത്ത് ഞങ്ങൾക്ക് പാടില്ല. ഒരു വർഗീയവാദിയായിട്ടാ അല്ല, അവന്റെ വിശ്വാസം. നമ്മൾ നമ്മുടെ ഒരു മുസ്ലിം ക്ലിയറായി, നിങ്ങൾക്കറിയാം, ക്ഷേത്രം ബിംബാരാധനയിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാം അതിനെതിരാണ്, നിങ്ങൾക്കറിയാലോ. ക്രിസ്ത്യാനികൾ ബിംബാരാധനയിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാമിനെതിരാ. ക്രിസ്തീയ പള്ളി ഉണ്ടാക്കാൻ മുസ്ലിമിനോട് ഫണ്ട് വെച്ച് കൊടുക്കേണ്ടയില്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഒരു ബിംബ പൂജക്ക് മുസ്ലിങ്ങൾ ഫണ്ട് കൊടുക്കേണ്ടയില്ല. എന്താ കാരണം? അത് വർഗീയതയല്ല. നേരെ മറിച്ചൊരു ഹിന്ദു വരികയാണ്, എന്റെ കുട്ടിക്ക് ക്യാൻസറാ, കൊടുക്കണം, എത്ര കൊടുക്കാൻ പറ്റുമോ അത്ര കൊടുക്കണം. ഒരു ഹൈന്ദവ സഹോദരൻ വന്നിട്ട് പറയും, എന്റെ വീടിന്റെ മേൽക്കൂരതാ വീണു പോകാറായി, ബഷീറെ നീ ഒന്ന് ഉണ്ടാക്കി തരണം, ഉണ്ടാക്കി കൊടുക്കണം. എന്റെ മോളുടെ വിദ്യാഭ്യാസത്തിന് നീ ചെലവ് തരണം, കൊടുക്കണം. പക്ഷെ മതലയനവും മതസൗഹാർദ്ദവും ഒക്കെ വേറെ വേറെയാണ്. അത് നമ്മൾ ശരിക്കും പഠിക്കണം. അതായത് ഒരു ഹിന്ദു ഒരു മുസ്ലിമിന്റെ പള്ളിയിൽ വന്നിട്ട് അവിടെ ഒരു ബാങ്കാട് കൊടുത്ത്, എന്നിട്ട് പിറ്റേത്തെ പത്രത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ഉന്നത പ്രതീകമായി, അത് മതലയനമാണ്.